فسبح بحمد ربك واستغفره إنه كان توابا. നബിയെ, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണേ നബി. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധനാക്കൂ നബിയെന്ന്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നു. സുബ്ഹാനല്ലാഹ് അതിന്റെ അർത്ഥം പഠിച്ചോനെ നിന്നെ ഒരു പരിശുദ്ധനാക്കൽ, ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനോടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔസാഫിനോടോ അള്ളാഹുവിന്റെ അസ്മാകളോടോ, അള്ളാഹുവിന്റെ ഒരുപാട് പേരുകളുണ്ട്, അള്ളാഹുവിന്റെ ഒരുപാട് വിശേഷതകളുണ്ട്, ഔസാഫ് എന്ന് പറയും. അതുപോലെ പടച്ചോന്റെ ദാത്ത്, അതിനോട് യോജിക്കാത്തതൊന്നും, അള്ളാഹുവിന്റെ ദാത്തിനോട്, അള്ളാഹുവിന്റെ വിശേഷതയോട്, അള്ളാഹുവിന്റെ പേരുകളോട് യോജിക്കാത്തതൊന്നും പടച്ചോനെ നിന്നിലേക്ക് ഞാൻ ചേർക്കുന്നില്ല. അത്രത്തോളം നീ പരിശുദ്ധനാണ്. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട അർത്ഥം അതാണ്. അത് നിങ്ങൾ ചെയ്യണേ നബിയെ എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു. അപ്പോ എന്തെങ്കിലും ഒരു ദുആ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരുന്നാൽ ചിലപ്പോ അള്ളാഹുവിന് പോലും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നവരാണ്. അത് പാടില്ല എന്നാണ് നമുക്കറിയാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായിട്ട് 40 വയസ്സാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ നബിയാണ്. അപ്പോ ആ നബിയായത് മുതൽ റസൂലുള്ളാഹിക്ക് ധാരാളം ശത്രുക്കളുണ്ടായി. ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ റസൂലുള്ളാഹി തരണം ചെയ്തിട്ട് അന്ന് തന്നെ റസൂലുള്ളാഹി ദുആ തുടങ്ങിയതാണ്. അന്ന് തന്നെ റസൂലുള്ളാഹി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. റസൂലേ, ഈ ശത്രുക്കളുടെ ഫൻസുർനി അലൽ ഖൗമിൽ കാഫിരീൻ, ഈ ശത്രുക്കളുടെ, ഈ കാഫിരീങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് കാക്കണേ, എന്നെ കാക്കണേ, എന്റെ അനുയായികളെ കാക്കണേ, ഇസ്ലാമിന്റെ ഇസ്സത്തുണ്ടാക്കണേ എന്ന റസൂലുള്ളാഹി 40-ാമത്തെ വയസ്സിൽ ദുആക്കാൻ തുടങ്ങി. എന്നിട്ട് ഏകം ചെറിയ രൂപത്തിൽ ആ ദുആക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങിയത് റസൂലുള്ളാഹിന്റെ 56-ാമത്തെ വയസ്സിന് ശേഷം. 56-ാമത്തെ വയസ്സിന് ശേഷം ഈ ഫത്ഹ് മക്ക എന്നൊക്കെ പറഞ്ഞില്ല, മക്ക ഫത്ഹായി കിട്ടുമ്പോ റസൂലുള്ളാഹി 61-ാമത്തെ വയസ്സാണ്. 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ദുആക്കാൻ. അതിന്റെ ഇടയ്ക്ക് സഹാബത്ത് വന്ന് റസൂലുള്ളാഹി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അതാ റസൂലുള്ളാഹി പഠിച്ചോനെ അള്ളാന്റെ സഹായം എപ്പോഴാണ് വരുന്നത്? ദുആക്കാൻ തുടങ്ങി കുറെ ആയില്ലേ? അപ്പൊ റസൂലുള്ളാഹി അവിടെ നസ്റുല്ലാഹി ഖരീബ്, അടുത്തന്നെ വരും, കുറച്ച് ക്ഷമിച്ചോളൂ, അടുത്തന്നെ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാന്റെ അടുത്ത് അള്ളാഹുവിന്റെ സഹായം അത് അടുത്ത് തന്നെ വരാനുണ്ട്. എന്നാലും പോലും റസൂലുള്ളാഹി ഞങ്ങളുടെ ആ മനസ്സിൽ ഞാനൊരു പ്രവാചകനല്ലേ, റസൂലല്ലേ, ഞാൻ ഇവരുടെ ദുആർന്നിട്ട് എന്റെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന ചെറിയൊരു ആ ഒരു ചിന്ത പോലും ഹബീബായ തങ്ങളുടെ ഉള്ളിൽ വന്നില്ല. ഇത് വരാൻ പാടില്ല. കാരണം ദുആ ചെയ്യുന്നത് നമ്മുടെ കടപ്പാടാണ്. അതിന് ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിച്ചവരാണ്. പിന്നെ ഓരോന്നിനും അള്ളാഹുവിന്റേതായ സമയമുണ്ട്. ആ സമയമാകുമ്പോ അത് അള്ളാഹു തആല കബൂലാക്കും. നമ്മുടെ സമയമല്ലല്ലോ, അള്ളാഹിന്റെ സമയമാണ്. അള്ളാഹുവിന്റെ സമയമാകുമ്പോൾ പടച്ച റബ്ബ് നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരും, ദുആ കബൂലാക്കും. അതുവരെ നമ്മുടെ ഉള്ളിൽ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചെറിയൊരു തെറ്റായ ചിന്താഗതി പോലും നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. അതാണ് അവന്റെ വസബ്ബിർ. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെയോ അല്ലാഹു പറഞ്ഞു ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. അതോടൊപ്പം നീ എന്ത് ചെയ്യണം? എപ്പോഴും അൽഹംദുലില്ലാഹ് ചെയ്യണം. എപ്പോഴും നീ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ്. അതാണ് 33 സുബ്ഹാനല്ലാഹ് എത്തില്ല. അതോടുകൂടി റസൂൽ പറഞ്ഞു 33 അൽഹംദുലില്ലാഹ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും, എത്ര അല്ലാഹുവിനെ നന്ദി ചെയ്താലും ഇല്ല, മതിയാവൂല. നമ്മുടെ ജീവിതം ആ രൂപത്തിൽ ഓരോ സെക്കൻഡുകളിൽ അല്ലാഹുവിന്റെ ആ നിഅമത്തുകൾ കൈവച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയുടെ ആ നിശാറത്തിൽ അല്ലാഹുവിന് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ അവിടുത്തെ കാലിന് നീര് വന്ന് പ്രയാസപ്പെട്ട് ഹബീബായ തങ്ങൾ നിസ്കരിക്കുമ്പോ പലപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയെ, നിങ്ങൾക്ക് അല്ലാഹ് എല്ലാം ചെയ്തു തന്നില്ല നബിയെ, പാപങ്ങൾ പൊറുത്തു തന്നിട്ടുണ്ട്, ദുനിയാവിലും വലിയ സ്ഥാനം, നാളെ ആഖിറം മുഴുവനും നബിയെ നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾക്ക് ശഫാഅത്ത്, നിങ്ങൾക്ക് അധികാരം, നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അല്ലാഹ് തന്നിട്ട് പിന്നെ എന്തിനാ നബിയെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ആയിഷ ബീവിയുടെ ചോദ്യം. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? ഫലാകൂനു അബ്ദൻ ശകൂറാ, ഓ
നബിയെ ഓ ആയിഷ, ഞാൻ അള്ളാഹ്ക്ക് നന്ദിയുള്ള, അള്ളാഹ്ക്ക് ശുക്റുള്ള, അള്ളാഹ്ക്ക് ഹംദുള്ള ഒരു അടിമയാകണ്ടയോ ആയിഷ? എനിക്കെല്ലാം തന്നിട്ട് അള്ളാഹ്ക്ക് ഞാൻ സ്തുതിക്കണ്ടേ ആയിഷ? ശുക്ർ വേണ്ട ആയിഷ? അപ്പൊ നമ്മുടെ ജീവിതത്തിലും അതെന്തെല്ലാം തന്നിട്ട് എന്തെല്ലാം നിയമത്തുകൾ എത്ര അൽഹംദുലില്ലാഹ് ചൊല്ലിയാലും പോരാ. സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ ആ സ്ഥലത്തിലൊക്കെയും അള്ളാഹുവിനെ സ്തുതിക്കാൻ ഒരിക്കലും മറന്നുപോകരുത്. ധാരാളം എണ്ണിയാൽ തീരാത്ത നിഅമത്തുകളാണ് അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ തന്നത്. അതൊക്കെയും നമ്മുടെ ഭാഗത്തിൽ വേണ്ടത് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഇത് എപ്പോഴും വേണം. അതല്ലാതെ ഞാൻ ഇത്ര നിസ്കരിക്കുന്നുണ്ട്, ഞാൻ 3 മണി കഴിച്ചിട്ട് ആദ്യം നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ ദുആക്ക് ഇജാബത്തില്ല, എന്റെ ദുആ കബൂലാക്കുന്നില്ല. എത്ര കാലമായി ഫലസ്തീനികൾക്ക് വേണ്ടി ദ്വാരക്കുന്നു, നമ്മ ദ്വാര പറ്റി ഇവിടെ മരിക്കുന്നത് പറഞ്ഞു, നമ്മ ദ്വാരം നമുക്ക് മടുത്തുപോയി. ഇപ്പോഴും പത്രത്തിൽ നോക്കിയാൽ എപ്പോഴും കാണാം 60 പേർ മരിച്ചു, ഇന്നലെ കണ്ട് 60 പേർ മരിച്ചു, 100 പേർ മരിച്ചു. മരണത്തിന്റെ കുറവില്ല. ലോകം മുഴുവനും ഹറമിന്റെ ആ പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചിട്ട് പോലും അവിടെ ഹജ്ജിനെത്തുന്ന ഉംറക്കെത്തുന്ന ഹാജിമാർ ദ്വാരക്കുന്നുണ്ട്. എന്നിട്ട് ദ്വാ ചെയ്യാത്തില്ല. അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? രാത്രിയിലും അള്ളാഹു താന്റെ ഒരു കഥ ഉണ്ട്, അള്ളാഹുവിന്റെ ഒരു കഥയുണ്ട്. ആ കഥ പോലെ നടന്നുകൊണ്ടുണ്ടാവും. അപ്പൊ ദ്വാരന്നുകൊണ്ട് വേണം. ദ്വാരം നമ്മുടെ ഉത്തരവാദിത്തമാണ്, ദ്വാരം നമ്മുടെ ചുമതലയാണ്. ഇജാബത്തോ അത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു താര അതിന്റെ സമയമാകുന്നു ആ ദ്വാക്ക് ഇജാബത്ത് തരും. എന്നല്ലാതെ ദ്വാരത്തോളം നിരന്തരമായി ദ്വാരനോട് വേണം. അതോടൊപ്പം എന്ത് വേണം നമ്മുടെ മനസ്സിൽ? ദ്വാക്ക് ഇത്തരം ഉത്തരം കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ എപ്പോഴും പരിശുദ്ധനാക്കിക്കൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ മനസ്സിൽ വരേണ്ടത്, പടച്ചോനെ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു. നിന്നെ ഒരു പരിശുദ്ധനാക്കൽ, ഒരു ചെറിയ ന്യൂന്യത പോലും ഇല്ലാത്തവനാണ് നീ. ഒരു ചെറിയ ഒരു കുറ്റപ്പെടുത്തൽ പോലും നിങ്ങൾ കണ്ടെത്താൻ കഴിയൂല. അത്രത്തോളം സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം അൽഹംദുലില്ലാഹ് ഇത് ചൊല്ലിക്കൊണ്ടേ വേണം. അതിന് പിന്നെ പറയും അല്ലാഹു തആല നമുക്ക് ധാരാളം തസ്ബീഹുകളും അതുപോലെ തഹ്മീദുകളും പടച്ചറബ് തന്ന നിഅമത്തുകൾക്കും അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും സമർപ്പിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ പ്രിയപ്പെട്ട ഹംസച്ച നല്ലൊരു മനുഷ്യനാണ്. പലപ്പോഴും സോഷ്യൽ, ഞാൻ പറഞ്ഞില്ലേ, വെറും നിസ്കാരങ്ങൾ ഇബാദത്തുകൾ മാത്രമല്ല, സോഷ്യൽ പ്രവർത്തനങ്ങൾ, പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓടി നടക്കുന്ന ഞാൻ എന്നെ ഒരു പ്രാവശ്യം അംഗൻവാടി പഞ്ചായത്തിൽ പോയപ്പോ സുബ്ഹാനല്ലാഹ് എന്റെ പേപ്പർ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾ പോയി പള്ളിക്ക് ദോരിന്റെ സമയമായിട്ടുണ്ട്, നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യമല്ലോ, അതിന് ഞാൻ ശരിയാക്കിയിട്ട് പേപ്പർ കൊണ്ടുവരാം, ഞാൻ ആടാണെന്ന് ശരിയാക്കിയിട്ട് ഇവിടെ എന്റെ കയ്യിലേക്ക് മഗ്‌രിബിന്റെ നേരാകുമ്പോ ആ പേപ്പർ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. സാർ അയാളെ കൊണ്ട് ഒരുപാട് നേട്ടം പഞ്ചായത്തിൽ വന്നത്. അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മഹാനായ സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മാതൃകയാകുന്ന വലിയ പ്രവർത്തനമാണ്. അതുകൊണ്ടായിരിക്കും ജുമാഅത്തുൽ ഉലമ മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ ആണ്ടിന്റെ മാസം കൂടിയാണ്. അല്ലാഹു തആല വിളിച്ച് പടച്ചോനെ നീ മഗ്ഫിറത്ത് നൽകല്ലോ, ആ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നീ പൊരുത്തു കൊടുക്കണേ. വല്ല പോരായ്മകൾ, കുറ്റങ്ങൾ, കുറവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കാതലിച്ച ഇടയ്ക്ക് ഹോസ്പിറ്റലായപ്പോ അയാള് നോക്കാൻ പോയപ്പോ അവിടെയും അയാൾ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായി. പടച്ചോന്റെ വിധിയാണ്. സുഖമില്ലാത്തത് ജ്യേഷ്ഠനാണ്, മരിച്ചത് അനുജനാണ്. ഇതാണ് അള്ളാഹുവിന്റെ വിധി എന്ന് പറഞ്ഞാൽ നമ്മൾ നാം ചിന്തിച്ചതുപോലെയോ നാം വിചാരിച്ചതുപോലെയല്ലോ കാര്യങ്ങൾ നടക്കൽ അള്ളാഹുവിന്റെ തീരുമാനം പോലെയാണ്. അള്ളാഹുവേ പടച്ചോനെ അദ്ദേഹത്തിന്റെ ആ ഖബർ ജീവിതം നീ റാഹത്തുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ഖബർ ജീവിതം റാഹത്തുള്ള ജീവിതമാക്കണേ അല്ലാഹ്. പടച്ചോനെ വല്ല തെറ്റുകുറ്റങ്ങൾ അറിയാതെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നീ പൊരുത്തു കൊടുക്കണേ. അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത ജ്യേഷ്ഠന് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ. അതുപോലെ പിന്നെ ഒരു പെങ്ങള്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചുപോയി. ഒരുപാട് കാലങ്ങളായി കിഡ്നി മാറ്റി വെക്കണമെന്നല്ല, അങ്ങനെ അള്ളാഹുവിന്റെ വിധി പോലും ലക്ഷങ്ങൾ ചെലവഴിച്ച് അത് മാറ്റിവെച്ചു. 2 മാസമേ ആയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ വിധി പോലെ മരിച്ചുപോയി. പടച്ചോനെ കുടുംബത്തിന് നീ സമാധാനം നൽകുന്നു. ചെറിയ മക്കളുണ്ട് റബ്ബേ, കുടുംബം നീ സബർ നൽകണേ റബ്ബേ. ഒരുപാട് കഷ്ടപ്പെട്ടു ലക്ഷങ്ങളും റബ്ബേ ആ സഹോദരിക്ക് വേണ്ടി കുടുംബങ്ങൾ സ്വരൂപിച്ചു. സദഖോണ്ടും മറ്റു അനിയ കൊണ്ടും ആ സഹോദരിയുടെ സ്വപ്നമെന്നും പൂർത്തീകരിക്കണമെന്ന നീയത്തോടെ കഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, അവർക്കൊക്കെ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആ സഹോദരിയുടെ ബർസഖിയായ ലോകം നീ റാഹത്തുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ദുനിയാവിൽ സഹിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾക്ക് പകരം നിന്റെ ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഉയർന്ന സുഖം നൽകണേ അല്ലാഹ്. ഉയർന്ന സന്തോഷം നൽകണേ അല്ലാഹ്. നമുക്ക്
കുടുംബങ്ങൾക്കും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിനായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുന്ന റബ്ബേ പെടുന്നനെയുള്ള മരണം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. രാത്രി കണ്ടാളും സുബൈക്ക് കണ്ടാളും അസുരൻ നേരമാകുമ്പോ ഇല്ല ആ രൂപത്തിലുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ ഉണ്ട്. നിന്റെ മുൻഗാമികളെ നീ വിളിച്ചതുപോലെ ചെറിയൊരു പണി തന്ന് റബ്ബേ വീടിന്റെ ഉള്ളിൽ കിടന്നിട്ട് കുടുംബങ്ങളുടെ മുന്നിൽ കനിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. നമ്മുടെ കടപ്പാടുണ്ട്, ഉത്തരം തരേണ്ടത് നീയാണല്ലോ പടച്ചവനെ. അങ്ങനെയുള്ള ഉത്തരത്തിൽ നല്ല നല്ല മരണങ്ങൾ ഞങ്ങൾ കണ്ടവരെയാണ് പടച്ചവന്. യാ അല്ലാഹ് ഞങ്ങളെയും നീ സലാമത്താക്കണേ ഉണ്ട്. എല്ലാ ദിവസവും വാഹനങ്ങളിൽ മറ്റൊക്കെയും യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹ്. സർവ്വവിധ അപകടങ്ങളിൽ നിന്ന് കാക്കണേ ഉണ്ട്. വാഹനങ്ങളിൽ അധ്വാനിക്കുന്ന പലരുമുണ്ട്, അവരുടെ വാഹനങ്ങളിൽ നീ വലിയ വർക്കത്ത് നൽകണേ അല്ലാഹ്. നാം ഓരോരുത്തരും നമ്മുടെ നാട്ടുകാരും കുടുംബങ്ങളും ചെയ്യുന്ന ജോലികൾ മനുഷ്യത്തിന്റെ വഴികൾ അല്ലാഹ്. ഗൾഫിൽ പല രൂപത്തിൽ കച്ചവടം ചെയ്യുന്നവർ, പല രൂപത്തിലുള്ള ജോലി ചെയ്യുന്നവർ, കടലിൽ പോയി അധ്വാനിക്കുന്നവർ, എല്ലാവരുടെ എല്ലാ അധ്വാനങ്ങളിലും മേഖലകളിലും നീ വലിയ വർക്കത്ത് നൽകണേ അല്ലാഹ്. ഓരോരുത്തരും കഷ്ടപ്പെടുന്നവരുടെ അവരുടെ മക്കൾക്ക് വേണ്ടിയാ, ഉമ്മമാർക്ക് വേണ്ടിയാ, ഉപ്പമാർക്ക് വേണ്ടിയാ, സ്വന്തത്തിന് വേണ്ടി ആരും കഷ്ടപ്പെടുന്നില്ല പടച്ചോനെ അല്ലാഹ്. ഓരോരുത്തരുടെ കൈകാലുകൾക്ക് നീ ആഫിയത്ത് നൽകുന്ന ആരോഗ്യം നൽകണേ ഉണ്ട് അല്ലാഹ്. മരിച്ചുപോയവർ അതുപോലെ മരിച്ചുപോയവർ, അടുത്ത് മരിച്ചുപോയവർ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ പലരും യാ അല്ലാഹ്, ചെറിയ മക്കളും തങ്ങന്മാരും ഉസ്താദന്മാരും മോമിനീങ്ങളും മോമിനാത്തുകളും നമ്മുടെ ജമാഅത്ത് പള്ളിയുടെ പരിസരങ്ങളിൽ 10,000-കണക്കിലുള്ള മോമിനീങ്ങളും മോമിനാത്തുകൾ ഇന്ന് അവരിലാണ്. അവർക്കെല്ലാം നീ പൊരുത്തു കൊടുക്കല്ല. അവരുടെ ബർസഖിയായ ലോകം നീ റാഹത്തുള്ള ലോകമാക്കല്ല. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ ونعم النصير. صلى الله